ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള കറണ്ട് അഫെയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. നാട്യവേദ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രഥമ നാട്യവേദ്യ പുരസ്കാരം നേടിയത് പത്മ സുബ്രഹ്മണ്യം. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത് അഭിലാഷ് ടോമി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. PSC ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മികച്ച ചിത്രം 12th ഫെയിൽ. സംവിധാനം വിധു വിനോദ് ചോപ്ര. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാന് ജവാൻ എന്ന സിനിമയ്ക്കും വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന സിനിമയ്ക്കും. മികച്ച നടി റാണി മുഖർജി, സിനിമ മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ, ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്, സംവിധായകൻ ക്രിസ്റ്റോ ടോമി. മികച്ച സഹനടൻ വിജയരാഘവൻ, സിനിമ പൂക്കാലം. മികച്ച സഹനടി ഉർവശി, സിനിമ ഉള്ളൊഴുക്ക്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ഡോക്ടർ A രാജരാജൻ. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ. ICCയുടെ പുതിയ അന്താരാഷ്ട്ര 2020 ബാച്ചർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയത് അഭിഷേക് ശർമ്മ. പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യനുമായി സംവദിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടി ഹ്യൂമൻ ലൈബ്രറി. ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ധനുസ്. 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ധരാലി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാന. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദ്. ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അമിത് ഷാ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തിയ ഇറക്കുമതി തീരുവ 25%. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം നേടിയത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത് ലഡാക്ക്. ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി ഷോണാൽ കുനിമൽ. ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1? ധ്രുവ സ്പേസ്. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് സംസ്ഥാനമാണ് മുഖ്യമന്ത്രി നിജുത് മൊയ്ന 2.0 പദ്ധതി ആരംഭിച്ചത്? അസം. പഹൽ പദ്ധതി ആരംഭിച്ച മന്ത്രാലയം പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രാലയം. 2025 ഓഗസ്റ്റിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഫ്ലോറിസ് ചുഴലിക്കാറ്റ്. ദേശീയ വനിതാ കമ്മീഷന്റെ AI സാക്ഷരതാ പരിപാടി യശോദ AI. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 2025 ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 63. 2025 വേൾഡ് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ഋഷഭ് യാദവ്. സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം.
2026 നടക്കാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂർ. ഓപ്പൺ AI-യുടെ ഏറ്റവും പുതിയ മോഡൽ ChatGPT-5. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താനുള്ള വിജിലൻസിൻ്റെ ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ധരാലി. 2025 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. നിപ്പ വൈറസ് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം IIT പാലക്കാട്. ശാസ്ത്രരംഗത്തെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് സോമനാഥ്. മുൻ ISRO ചെയർമാനായ സോമനാഥിനാണ് കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2025 ലോക സ്കൂൾ ചെസ് കിരീടം നേടിയത് വേലമ്മാൾ വിദ്യാലയം, ചെന്നൈ. ഗാർഹിക ബയോമെഡിക്കൽ സാനിറ്ററി മാലിന്യത്തിൻ്റെ ശാസ്ത്രീയ സംസ്കരണത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആദ്യമായി ആരംഭിച്ചത് വർക്കല. ഇരവികുളം വന്യജീവി സങ്കേതത്തിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് പ്രകാരം വരയാടുകളുടെ എണ്ണം 2668. ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്. ലോക അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ ടൂർ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം M. ശ്രീശങ്കർ. മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2024 ദേശീയ ഹിന്ദി സേവാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ KC അജയകുമാർ. സെക്രട്ടേറിയറ്റിൽ മന്ത്രി P. രാജീവിൻ്റെ ഓഫീസിൽ അതിഥികളെ വരവേൽക്കാൻ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI റിസപ്ഷനിസ്റ്റ് കെല്ലി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത കൃത്രിമ മഴ പരീക്ഷണം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഗരുഡ് ദൃഷ്ടി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സൈബർ ഇൻ്റലിജൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജസ്ഥാൻ അതിർത്തിയിൽ അതിർത്തി സുരക്ഷാ സേന ആരംഭിച്ച ഓപ്പറേഷൻ അലേർട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ K-ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. വെങ്ങാനൂർ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഏർപ്പെടുത്തിയ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് പ്രസീത ചാലക്കുടി. 2025 വനിതാ ഏകദിന ലോകകപ്പ് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കുടുംബങ്ങളിലെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന പദ്ധതി ഹാപ്പി കേരളം. ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്